എന്നുള്ള വാക്ക് ഏത് ഭാഷയാണെന്നും അതിൻ്റെ ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നും എനിക്ക് ശരിയായി അറിഞ്ഞുകൂടാ. എന്നാൽ അറിയാൻ വയ്യാത്ത കാര്യം അറിയാമെന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ കല എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിതിന് ഭയപ്പെടുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നാം പുരോഗമിക്കണമെങ്കിൽ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും മറ്റു ചില കാര്യങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണം. അതിനുള്ള പരിശീലനമാണ് നോയമ്പ്. നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടത്, എൻ്റെ അഭിപ്രായം, ഉപേക്ഷിക്കേണ്ടത് ദൈവം എന്ത് ഉപേക്ഷിക്കുന്നു അത് നമ്മൾ ഉപേക്ഷിക്കണം. യേശു ക്രിസ്തു ഇവിടെ നോയമ്പ് ഒരു നെഗറ്റീവ് തിങ് അല്ല, ഒരു പോസിറ്റീവായിട്ടുള്ളതാണ്. അതായത് നോയമ്പിൽ ഉപേക്ഷിക്കാനല്ല, സ്വീകരിക്കാനാണ് പഠിക്കുന്നത്. ജീവിതത്തെ സാഹചര്യം ഭരിക്കാനല്ല, സാഹചര്യത്തെ ജീവിതം ഭരിക്കാൻ പഠിക്കുന്നതിനാണ് നോയമ്പെന്ന് പറയുന്നത്. അതിന് ഏറ്റവും നമുക്ക് താല്പര്യമുള്ള കാര്യം ഉപേക്ഷിക്കാൻ പഠിക്കണം. അപ്പോൾ മാത്രമേ നാം മനുഷ്യരായിത്തീരുക. അതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ നടുവിലത്തെ വൃക്ഷം നിങ്ങൾ തിന്നരുതെന്ന് പറയും. മറ്റെന്തെല്ലാം അവിടെ ഉണ്ടാക്കി. അതായത് വേണ്ട എന്ന് വയ്ക്കാനും ഉപേക്ഷിക്കാനും പഠിക്കാത്തവൻ ജീവിതത്തിൽ സാധ്യമാണ്. ദൈവം പറഞ്ഞു, എനിക്ക് സ്വർഗം വേണ്ട, മനുഷ്യൻ വേണം. അതാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ചെയ്യാൻ പാടില്ലാത്ത യാതൊന്നും യേശു ക്രിസ്തു ചെയ്തില്ല. അപ്പോൾ ആ മനുഷ്യൻ്റെ സാധ്യതകൾ നാം കണ്ടുപിടിച്ച് ചെയ്യുന്നതിനാണ് നോയമ്പ് എന്ന് പറയുന്നത്. ഇത് നോയമ്പിൽ നമ്മൾ ഭക്ഷണം വെടിയുന്നു. അത് അല്ല നോയമ്പ്. അത് ആ ഭക്ഷണം വെടിഞ്ഞുള്ള ഫലം ഭക്ഷണം ആവശ്യമുള്ളവന് ലഭിക്കാനായി ഉപയോഗിക്കുമ്പോഴാണ് അത് നോയമ്പാകുന്നത്. ഭക്ഷണം വെടിയുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഭക്ഷണമില്ലായ്മ നോയമ്പല്ല, അത് പട്ടിണിയാണ്. എന്നാൽ നോയമ്പെന്ന് പറയുന്നത് അന്യൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ആവശ്യത്തെ ക്രമീകരിക്കുന്നതിനാണ് നോയമ്പ് എന്ന് പറയുന്നത്. അതായത് നാം എല്ലാവരും കൂടെ ജീവിക്കണം. എൻ്റെ വീട്ടിൽ 3 ഗസ്റ്റ് വന്നു. അപ്പോൾ എൻ്റെ അമ്മ ഞങ്ങൾ 3 മക്കളെ പട്ടിണി കിടക്കാൻ പറയാറില്ല. അമ്മയും അപ്പനും പട്ടിണി കിടക്കും. ഞങ്ങളെ 3 മക്കളും കഴിക്കും, വന്നവരും കഴിക്കും. അതുകൊണ്ട് സമൂഹബോധം വർദ്ധിക്കുന്നതിനും മറ്റുള്ളവരുടെ ആവശ്യം എൻ്റെ ആവശ്യമായി കരുതുന്നതിനും അതിന് ജീവിതത്തെ ക്രമീകരിക്കുന്നതിനുമാണ് നോയമ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ആഹാര സാധനത്തെ പറ്റിയാൽ നമുക്ക് ഈ മുസ്ലിമുകൾ പകൽ മുഴുവൻ ഒന്നും കഴിക്കാതെ അവർ ജോലി ചെയ്യും. അത് വളരെ നല്ലതാണ്. ഈ ക്രിസ്ത്യാനിയുമൊക്കെ ഇറച്ചിയും മീനും പാലും ഒക്കെ ഉപയോഗിക്കാറ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിനെ ഉപേക്ഷിക്കുന്നത് നോയമ്പല്ല, മറ്റുള്ളവന് വേണ്ടി അത് നൽകുന്നതാണ് നോയമ്പ്, അല്ലാതെ ഉപേക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു സമൂഹ ബോധം
സമൂഹത്തിൽ വളർത്തുന്നതിനും മറ്റുള്ളവനെ എൻ്റെ സ്നേഹിതനായി കാണുന്നതിനും അവൻ്റെ ആവശ്യം എൻ്റെ ആവശ്യമായി കരുതുന്നതിനുമാണ് നോയമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് നാം ശ്രമിക്കണം. ഒരു നോയമ്പ് കഴിയുമ്പോൾ സമൂഹം പരസ്പര കരുതുന്ന ഒരു സമൂഹമായി തീരും. അതിന് ഈ നോയമ്പ് നമുക്ക് സഹായിക്കും.